2014 ഡോക്ടർ പ്രൊഫസർ എസ് വി വേണുഗോപാലിന് നൽകിക്കൊണ്ടാണ് ഈ അവാർഡ് വിതരണം ആരംഭിക്കുന്നത്. അതിനുശേഷം ഡോക്ടർ പി വേണുഗോപാൽ, ശ്രീ എൻ പ്രഭാവർമ്മ, ഡോക്ടർ തിക്കുറിശ്ശി ഗംഗാധരൻ, നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി പ്രൊഫസർ മധുസൂദനൻ നായർ, മലയാളത്തിൻ്റെ മറ്റൊരു പ്രിയപ്പെട്ട കവി ആലങ്കോട് രാധാകൃഷ്ണൻ, ലീലാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ മലയാള സാഹിത്യശാഖയ്ക്ക് അമൂല്യമായ സംഭാവനകൾ നൽകിയ പ്രഗത്ഭമതികൾക്കാണ് ഈ അവാർഡ് മുൻകാലങ്ങളിൽ നൽകിയിട്ടുള്ളത്. ഇത്തവണ അതിന് അർഹനായി വന്നിരിക്കുന്നത് ഡോക്ടർ തുളസീവനം ആർ രാമചന്ദ്രൻ നായർ. അദ്ദേഹം കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഒപ്പം തന്നെ കാരടി ശങ്കര സംസ്കൃത സർവകലാശാല അവിടുത്തെ പ്രഥമ വൈസ് ചാൻസലറായിരുന്നു. നാമത്തിൽ അമൂല്യമായ നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 4 പ്രശസ്ത ആട്ടക്കഥകൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. ഭട്ടാരക വിജയം, ഭാമാവാസുദേവൻ, പാർവതി ഭരണയം, കാർത്തികേയ വിജയം എന്നിവയാണ് ആ 4 ആട്ടക്കഥകൾ. അങ്ങനെ മലയാള സാഹിത്യശാഖയ്ക്ക് അമൂല്യമായ സംഭാവനകൾ നൽകിയെന്ന കമ്മിറ്റിയുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ പ്രഭാവർമ്മയും ഡോക്ടർ നറുവട്ടം ഗോപാലകൃഷ്ണനും ശ്രീമതി എ ജി ഉന്നീനിയും ചേരുന്ന കമ്മിറ്റിയുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഈ വർഷത്തെ മാധവ പുരസ്കാരത്തിനായി പരിഗണിച്ചത്. എന്തായാലും അദ്ദേഹം ഞങ്ങളുടെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏക പുരസ്കാരമായിട്ടുള്ള മാധവ മുദ്ര പുരസ്കാരം 2023 ഭാഷാ സാഹിത്യ സാംസ്കാരിക തലങ്ങളിൽ അതുല്യ സംഭാവനകൾ നൽകിയ തുളസീവനം ശ്രീ ആർ രാമചന്ദ്രൻ നായർ അവർക്ക് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഉപദേശക സമിതി ഒരുമിച്ചാണ് ഞങ്ങളെ പ്രത്യേകം വിളിച്ചു വരുത്തി ആയുർവേദ കോളേജിന് അടുത്തുള്ള ദേവസ്വം ഹാളിൽ വെച്ച് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഈ ഒരു സാംസ്കാരിക പുരാവസ്തു ഡയറക്ടർ